അങ്ങനെ ഷഹറസേദ് കഥ പറയാൻ തുടങ്ങി. കച്ചവടക്കാരനും ജിന്നും എന്ന കഥയായിരുന്നു പറയാൻ തുടങ്ങിയത്. സുൽത്താൻ തിരുമേനിയെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ സമ്പന്നനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾക്ക് സ്വന്തം നാട്ടിൽ മാത്രമായിരുന്നില്ല, വിദേശ രാജ്യങ്ങളിൽ പോലും വിപണന ബന്ധമുണ്ടായിരുന്നു. വെൽക്കം ടു ദ ബുക്കിഷ് റൈറ്റർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ 1001 രാവുകൾ എന്ന കഥയുടെ ബാക്കി ഭാഗമാണ്. അപ്പോൾ കഥയിലേക്ക് പോവാം. ഒരു ദിവസം കച്ചവടക്കാരൻ വ്യാപാര സംബന്ധമായി ഒരു ദൂരയാത്രക്കിറങ്ങി. ഒട്ടകത്തിനു പകരം കുതിരപ്പുറത്തായിരുന്നു സഞ്ചാരം. വഴിയിൽ സുദീർഘമായ ഒരു മണലാരണ്യം കടക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് സഞ്ചിയിൽ ഭക്ഷണത്തിനായി കുറെ ഈന്തപ്പഴവും കരുതിയിരുന്നു. അങ്ങോട്ട് സുരക്ഷിതമായി എത്തിച്ചേർന്നു. വ്യാപാര കാര്യങ്ങളൊക്കെ ലാഭകരമായി തീർത്ത് തിരികെ നാട്ടിലേക്ക് മടങ്ങി. മരുഭൂമിയുടെ നടുവിലെത്തിയതോടെ സന്ധ്യയായി. വ്യാപാരിയും കുതിരയും ക്ഷീണിച്ചിരുന്നു. എവിടെയെങ്കിലും രാത്രി തങ്ങാമെന്ന് കരുതി ചുറ്റും നോക്കി. ഭാഗ്യം, കുറച്ചകലെ ഒരു തണ്ണീർപ്പൊയ്ക കാണുന്നുണ്ട്. അതിന്റെ കരയിലേക്ക് എത്തി. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി തെളിനീർ പോലെയുള്ള ജലം ആവശ്യത്തിന് കുടിച്ച് കുതിരയ്ക്കും വെള്ളം നൽകി അദ്ദേഹം വിശ്രമം ആരംഭിച്ചു. ആശ്വാസപൂർവം ഒരു ഭാഗത്തിരുന്നു. സഞ്ചിയിലെ ഈന്തപ്പഴങ്ങൾ ഓരോന്നായി തിന്നാൻ തുടങ്ങി. പഴത്തിന്റെ കുരു അവിടെ ഇവിടെയുമായി അലസമായി എറിഞ്ഞു വിനോദിച്ചു കൊണ്ടിരുന്നു. സഞ്ചി ഒഴിഞ്ഞപ്പോൾ ഒരു നല്ല മുസൽമാനെ പോലെ മക്കയെ അഭിമുഖീകരിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തീർന്നു. മുഖമുയർത്തി നോക്കിയപ്പോൾ അദ്ദേഹം ഭയം കൊണ്ട് അലറി നിലവിളിച്ചുപോയി. അയ്യോ! പർവ്വതത്തിനേക്കാൾ വലിപ്പമുള്ള ഒരു ജിന്ന് രോഷാകുലനായി അയാളുടെ നേരെ കയ്യിൽ ഒരു വാളുമായി ഓടിയടുക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. പ്രാണഭീതി കൊണ്ട് കിടുകിടെ വിറച്ച കച്ചവടക്കാരൻ നാലുപാടും ഒളിവു സ്ഥലത്തിനു വേണ്ടി പരതി. പക്ഷേ വിശാലമായ മണൽപ്പുറം മാത്രം. നിമിഷങ്ങൾക്കകം ജിന്നടുത്തെത്തി. ചെമ്പുകിടാരം കുലുങ്ങും പോലെ ജിന്ന് ഗർജിച്ചു. എടോ, മരിക്കാൻ തയ്യാറായിക്കോ, ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു. കാരണം നീ എന്റെ മകനെ കൊന്ന കൊലയാളിയാണ്. പാവം കച്ചവടക്കാരൻ ഒന്നും മനസ്സിലായില്ല. വെറുതെ കുത്തിയിരുന്ന് ഈന്തപ്പഴം തിന്നിരുന്ന ഞാൻ എങ്ങനെയാണ് ഇത്രയും വലിയ ജിന്നിന്റെ ഈ മകനെ കൊല്ലുന്നത്? വിറയ്ക്കുന്ന കരങ്ങൾ കൂട്ടിത്തൊയ്ത് അയാൾ അപേക്ഷിച്ചു. മഹാനായ ഭൂതമേ, ഞാൻ അങ്ങയുടെ മകനെ അറിയില്ല, കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവനെ കൊല്ലുക? ദേഷ്യത്തോടെ ജിന്ന് അലറി. നീ നിന്റെ സഞ്ചിയിൽ നിന്നും ഈന്തപ്പഴങ്ങൾ എടുത്ത് അത് തിന്നുമ്പോൾ കുരുകൾ ചുറ്റുപാടും വലിച്ചെറിഞ്ഞില്ലേ? അതെ, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിൽ നീ എന്റെ മകനെ കൊന്നുവെന്ന് ഞാൻ പറയുന്നു. നീ വലിച്ചെറിഞ്ഞ ഒരു ഈന്തപ്പഴകുരു വഴിയിലൂടെ പോയ എന്റെ മകന്റെ കണ്ണിൽ തറച്ചു. അവൻ ആ നിമിഷം തന്നെ മരണമടഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. കച്ചവടക്കാരൻ പ്രാണനു വേണ്ടി വീണ്ടും ഇങ്ങനെ പറഞ്ഞു. എന്നെ കൊല്ലരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ഞാൻ എറിഞ്ഞുപോയ കുരു അങ്ങയുടെ മകന്റെ കണ്ണിൽ തറച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. ക്ഷമ കൊടുക്കാൻ ഭൂതം തയ്യാറായിരുന്നില്ല. ജീവന് ജീവൻ, എനിക്ക് നിന്നെ കൊല്ലാതെ നിർവാഹമില്ല. പറഞ്ഞു തീർന്നതും ജിന്ന് അയാളെ പൊക്കിയെടുത്ത് നിലത്തിട്ടു. എന്നിട്ട് വാൾ കണ്ണു ലക്ഷ്യമാക്കി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. കഥ ഇത്രയും ആയപ്പോൾ നേരം വെളുത്തു തുടങ്ങിയെന്ന് ഷഹറസേദ് കണ്ടു. സുൽത്താനും പ്രഭാതചര്യകൾക്കുള്ള സമയമാണെന്നറിഞ്ഞ് അവളും കഥ പറയൽ നിർത്തി. ദിനാസയിൽ നിന്നും അപ്പോൾ ഇങ്ങനെ ശബ്ദമുയർന്നു. ഓ, എന്തൊരു കഥ! ഷഹറസേദ് അപ്പോൾ തന്നെ സുൽത്താനെ നോക്കി പറഞ്ഞു. കഥയുടെ ഇനിയുള്ള ഭാഗമാണ് ഒന്നുകൂടി വിസ്മയകരം. ദയാലുവായ സുൽത്താൻ തിരുമേനി കഥ മുഴുമിപ്പിക്കാൻ ഒരു ദിവസം കൂടി അനുവദിച്ചു തന്നാൽ ഞാൻ പറഞ്ഞത് തികച്ചും വാസ്തവമാണെന്ന് ബോധ്യപ്പെടും. സുൽത്താനും കഥയുടെ രസം കൂടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശിരശ്ഛേദം ഏത് സമയം വേണമെങ്കിലും നടത്താമല്ലോ. ഒരു ദിവസം കൂടി കഥ പൂർത്തിയാക്കാൻ വേണ്ടി അവൾക്ക് അനുവദിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പതിവ് പോലെ ആ ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം നടന്ന് രാത്രിയായപ്പോൾ കഥ കേൾക്കാൻ വേണ്ടി സുൽത്താൻ വീണ്ടും മണേറയിലേക്ക് എത്തി. പതിവ് പോലെ പുലരാൻ നേരം 1 മണിക്കൂർ മുന്നേ ദിനാർ സേദ് അവളെ വിളിച്ചുണർത്തി. ഷഹറസേദ് കഥ തുടർന്നു.
തന്റെ കണ്ണീരും വിലാപവും ഒന്നും ദുഷ്ടനായ ജിന്നിന്റെ മുമ്പിൽ വില പോകില്ലെന്ന് ഒടുവിൽ കച്ചവടക്കാരന് മനസ്സിലായി. അയാൾ വിധിക്ക് വഴങ്ങിക്കൊണ്ട് തൊഴുകൈയോടെ പറഞ്ഞു, ഭൂതമേ, എന്നെ കൊല്ലാതെ പിന്മാറില്ലെന്ന പിടിവാശിയിലാണല്ലോ നീ. കൊന്നോളൂ, പക്ഷെ മരണത്തിന് വിധിക്കപ്പെട്ട എന്റെ അന്ത്യാഭിലാഷമെങ്കിലും നീ അനുവദിക്കണം. ഭൂതം ചോദിച്ചു, എന്താണ് നിന്റെ അവസാന ആഗ്രഹം? എനിക്ക് അല്പം അവധി തരണം. ഭാര്യയെയും മക്കളെയും ഒരിക്കൽ കൂടി എനിക്ക് കാണണമെന്ന ആഗ്രഹമുണ്ട്. വമ്പിച്ച സ്വത്തിനുടമയാണ് ഞാൻ. എന്റെ കാലശേഷം മക്കൾ തമ്മിൽ കലഹിക്കാൻ ഇടകൊടുക്കാതെ ഒരു ഒസ്യത്തിലൂടെ സ്വത്തുക്കൾ വീതിച്ചു വെക്കണം. ഇത്രയും ചെയ്തു തീർത്ത ശേഷം ഞാൻ മരണമേറ്റുവാങ്ങാൻ ഇതേ സ്ഥലത്ത് നിന്റെ മുമ്പിൽ തിരിച്ചെത്താമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധനാമത്തിൽ സത്യം ചെയ്യുന്നു. ജിന്ന് അല്പം ചിന്തിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ചെയ്യാൻ എന്തു സമയം വേണ്ടിവരും? കൂടിയാൽ 1 വർഷം. ശരി, തന്നിരിക്കുന്നു. ഇന്നേക്കൊരു വർഷം കഴിയുന്ന ദിവസം ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് നീ എത്തിയിരിക്കണം. സത്യം ലംഘിച്ചാൽ നിന്നെ മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും ഞാൻ കൊല്ലുന്നതാണ്. ഭൂതം പൊടുന്നനെ അപ്രത്യക്ഷമായി. പാതി ജീവനോടെ എങ്ങനെയൊക്കെയോ കച്ചവടക്കാരൻ വീട്ടിലെത്തിച്ചേർന്നു. കുടുംബം മുഴുവനും അയാളുടെ ആഗമനത്തിൽ ആഹ്ലാദം കൊണ്ടു. ദിനങ്ങൾ അടരും തോറും അയാൾ വിഷാദനായിക്കൊണ്ടിരുന്നു. ഭാര്യ പലതവണ ഭർത്താവിനെ എന്തുവാണ് ഇത്രയേറെ സങ്കടപ്പെടുത്തുന്ന ദുഃഖമെന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ടും ഫലം കിട്ടിയില്ല. തന്റെ ദുർവിധി മറ്റുള്ളവരെയും കൂടി അറിയിച്ച് അവരെ ദുഃഖത്തിലാഴ്ത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ജിന്ന് അനുവദിച്ചു കൊടുത്ത 1 വർഷം തികയും മുമ്പ് തന്നെ കച്ചവടക്കാരൻ ചുമതലകളൊക്കെ ഒതുക്കി കൃത്യസമയത്ത് തന്നെ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേർന്ന് ഭൂതത്തെ കാത്തിരുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ ഒരു മാൻപേടയെയും വലിച്ചിഴച്ചുകൊണ്ട് തന്റെ നേരെ വരുന്നത് കണ്ടു. വിജനഭൂമിയിൽ ഏകനായിരിക്കുന്ന കച്ചവടക്കാരനെ കണ്ട് വയസ്സൻ അത്ഭുതം കൂറി. അയാൾ ചോദിച്ചു, സഹോദര, മരുഭൂമിയിലെ ഈ ഭാഗം ഭൂതപ്രേതാവീഷിതമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? കച്ചവടക്കാരൻ തന്റെ കഥ ചുരുക്കി കിഴവനെ അറിയിച്ചു. കേട്ടു കഴിഞ്ഞപ്പോൾ വയസ്സൻ പറഞ്ഞു, വളരെ വിചിത്രമായിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് വല്ലാത്ത മതിപ്പ് തോന്നുന്നു. ജീവൻ നഷ്ടപ്പെടുമെന്ന് നിശ്ചയമുണ്ടായിട്ടും ശബ്ദം പാലിച്ചിരിക്കുന്നല്ലോ. ഈ ജിന്നിന്റെയും നിങ്ങളുടെയും കൂടിക്കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനാൽ ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാൻ. വൃദ്ധൻ മാൻപേടയുമായി കച്ചവടക്കാരന്റെ അടുത്തിരുന്നു. അയാൾ ഇരുന്നു കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ മറ്റൊരു വൃദ്ധനും അവിടെ എത്തി. തുടലിൽ ബന്ധിച്ച 2 നായ്ക്കളുമായിട്ടായിരുന്നു അയാൾ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ വൃദ്ധൻ തന്റെ മുമ്പിലിരിക്കുന്നവരെ നോക്കി. അവരെങ്ങനെ ഈ സ്ഥലത്തെത്തി എന്ന് അന്വേഷിച്ചു. കച്ചവടക്കാരൻ ആദ്യത്തെ വൃദ്ധനോടെന്ന പോലെ രണ്ടാമത്തെ അയാളോടും തന്റെ വിധി വിവരങ്ങൾ അറിയിച്ചു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ദൃക്സാക്ഷിയാകാൻ ഞാനും താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. 2 നായ്ക്കളുമായി അവരുടെ അടുത്ത് സ്ഥാനം പിടിച്ചു. നിമിഷങ്ങളെ കഴിഞ്ഞുള്ളൂ. മൂന്നാമതൊരു വൃദ്ധനും കൂടെ അവിടെ എത്തി. അദ്ദേഹവും കച്ചവടക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കി അവരോടൊപ്പം കൂടി. പെട്ടെന്ന് ആകാശഭേദിയായ ശബ്ദത്തോടെ അവർക്ക് മുന്നിൽ ആ ജിന്ന് എത്തിച്ചേർന്നു. ജിന്ന് കിഴവരെയൊക്കെ തള്ളി മാറ്റി തന്റെ ഇരയായ കച്ചവടക്കാരനോട് പറഞ്ഞു, എഴുന്നേൽക്കടാ, ഞാൻ നിന്റെ കഴുത്തരിയട്ടെ. അപ്പോൾ ഒന്നാമത്തെ വൃദ്ധൻ ജിന്നിന്റെ മുമ്പിൽ കമന്നടിച്ചു വീണു. ദീന സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഭൂതരാജാവേ, അങ്ങയുടെ കോപം നിയന്ത്രിക്കണമേ. എന്റെ ഈ അപേക്ഷ ചെവികൊള്ളണമേ. എന്റെയും ഈ പെൺമാനിന്റെയും ചരിത്രം അങ്ങ് കേട്ടാൽ ഈ കഥ അത്ഭുതകരമെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ സാധുവായ ഈ കച്ചവടക്കാരന്റെ ക്രൂരശിക്ഷയുടെ 1/3 അങ്ങ് കരുണാപൂർവം ഇളവ് ചെയ്തു തരണമേ. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ജിന്നും അവരുടെ കഥ കേൾക്കാൻ തയ്യാറായി. 1 നിമിഷം നിന്നിട്ട് ജിന്ന് പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ വൃദ്ധൻ തന്റെ കഥ തുടങ്ങി. മഹാനായ ജിന്നെ, അങ്ങ് ശ്രദ്ധയോടെ കേൾക്കണം. ഈ പെൺമാൻ ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. ഇവളുടെ 12ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ഞാൻ അവളുടെ പിതാവും ഭർത്താവും ഒക്കെ തന്നെ ആയിരുന്നു. 30 വർഷം ഞങ്ങൾ നല്ല രീതിയിൽ ദാമ്പത്യബന്ധം ജീവിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വിട്ടുമാറാത്ത ഒരു ദുഃഖമുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മകനെയോ മകളെയോ ദൈവം തന്നില്ല.
അതിന്റെ ഒരു ഇഷ്ടക്കേടും ഞാൻ എൻ്റെ ഭാര്യയോടോ ഭാര്യ എന്നോടോ കാണിച്ചില്ല. പക്ഷെ ഒരു കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം സ്ഥിരമായി ഉണ്ടായിരുന്ന ഞാൻ ചന്തയിൽ നിന്നും ഒരടിമപ്പെണ്ണിനെ ലേലത്തിൽ പിടിച്ചു അവളെ വിവാഹം കഴിച്ചു. അവൾ എന്നെ 1 വർഷത്തിനകം പിതാവാക്കി. കോമളനായ ഒരു ആൺകുഞ്ഞിനെ അവൾ എനിക്ക് സമ്മാനിച്ചു. ഞാൻ ആഹ്ലാദം കൊണ്ട് മതിമറന്നു. 2ാം ഭാര്യ എനിക്കൊരു മകനെ നൽകിയതോടുകൂടി എൻ്റെ ആദ്യ ഭാര്യയിൽ അസൂയ മുളപൊട്ടി. അത് വളർന്ന് എൻ്റെ ഭാര്യയെയും മകനെയും കാണുന്നത് പോലും അവൾക്ക് ഇഷ്ടമില്ലാതെയായി. എൻ്റെ മകൻ അതിസുന്ദരനായി വളർന്നു. അവന് 10 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു ദീർഘയാത്ര പോവേണ്ട ആവശ്യം വന്നു. 2ാം ഭാര്യയെയും മകനെയും ഞാൻ ആദ്യ ഭാര്യയിൽ സംരക്ഷണ ഭാരം ഏൽപ്പിച്ചിട്ടാണ് യാത്ര തിരിച്ചത്. എൻ്റെ അഭാവത്തിൽ അവളുടെ അസൂയ തിളച്ചു മറഞ്ഞു. ഇതിനേക്കാൾ മറ്റൊരവസരം അവൾക്ക് ലഭിക്കില്ലെന്ന് മനസ്സിലായി ആദ്യ ഭാര്യ അവൾ പണ്ട് അഭ്യസിച്ചിരുന്ന മന്ത്രവിദ്യ വീണ്ടും പുറത്തെടുത്തു. അവൾ മന്ത്രവിദ്യ അഭ്യസിച്ചിരുന്ന കാര്യം എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഒരു ദിവസം മകനെ അവൾ ദൂരെയുള്ള ഒരു കുട്ടിക്കാട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് ആഭിചാര ശക്തിയിൽ അവനെ ഒരു പശുക്കുട്ടിയാക്കി മാറ്റി. പിന്നീട് വീട്ടിലെത്തി പശുക്കുട്ടിയെ ജോലിക്കാരനെ ഏൽപ്പിച്ചു പറഞ്ഞു, അന്യായ വിലക്ക് ചന്തയിൽ നിന്നും വാങ്ങിയ പശുക്കുട്ടിയാണ്, നല്ല പോലെ തീറ്റ കൊടുത്തു വളർത്തണം. എന്റെ മകന്റെ ശിരസിൽ പ്രതികാരഭാരം ഇറക്കി വെച്ചിട്ടും അവൾക്ക് മതിയായില്ല. 2ാം ഭാര്യയെയും അവൾ അങ്ങനെ തന്നെ പശുവാക്കി രൂപാന്തരപ്പെടുത്തി. അതിനെയും ജോലിക്കാരനെ ഏൽപ്പിച്ചതിന് ശേഷം ഭംഗിയായി തീറ്റ കൊടുത്തു പോഷിപ്പിച്ച് വളർത്താൻ അവൾ ആജ്ഞാപിച്ചു. 1 വർഷം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചെത്തുന്നത്. സ്വീകരിക്കാൻ എന്റെ മകനെയും അവന്റെ അമ്മയെയും കാണാതിരുന്നപ്പോൾ ഞാൻ കാരണം തിരക്കി. ഭാര്യ സങ്കടത്തോടെ പറഞ്ഞു, അങ്ങയുടെ വേർപാട് ദുഃഖം താങ്ങാനാവാതെ അവൾ അന്തരിച്ചു. മകനെ ഞാൻ വാത്സല്യപൂർവ്വം വളർത്തി. പക്ഷെ ഒരു നാൾ അവൻ വീട് വിട്ടുപോയി. അന്വേഷിക്കാവുന്നിടത്തെല്ലാം ഞാൻ അന്വേഷിച്ചു. പക്ഷെ ഇന്നോളം ഒരു വിവരവും കിട്ടിയില്ല. സ്നേഹമതിയായ 2ാം ഭാര്യ മരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ടായിരുന്നെങ്കിലും മകൻ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ആശ്വാസം നൽകി. ഞാൻ അവനെ പല സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും എവിടെ നിന്നും ഒരു തുമ്പും ലഭിച്ചില്ല. അങ്ങനെ 7-8 മാസം കഴിഞ്ഞു. ബൈറാമിന്റെ മഹാപെരുന്നാൾ വന്നെത്തി. ഞാൻ ജോലിക്കാരനോട് തൊഴുത്തിൽ നിന്നും ഏറ്റവും തടിച്ച പശുവിനെ ബലിക്ക് വേണ്ടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അയാൾ ആജ്ഞയനുസരിച്ച് തടിച്ചു കൊഴുത്ത ഒന്നിനെ തന്നെ കൊണ്ടുവന്നു. അതെന്റെ പ്രിയപ്പെട്ട അടിമ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കൈകാലുകൾ വരിഞ്ഞ് ബന്ധിച്ച ശേഷം പശുവിനെ ഞാൻ ബലിപീഠത്തിൽ കിടത്തി. അപ്പോൾ അത് ഘോരമായി കരഞ്ഞു. എന്നെ നോക്കി. അതിന്റെ നിർമ്മികളിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ഒരു ഗോവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധാരണമാണെന്ന് എനിക്ക് തോന്നി. ആയതിനാൽ തന്നെ അതിനോട് എനിക്ക് സഹതാപം തോന്നി. ഞാൻ അതിനെ കെട്ടയച്ചു വിടാൻ ജോലിക്കാരനോട് ആജ്ഞാപിച്ചു. അപ്പോൾ ജോലിക്കാരൻ അതിനെ കെട്ടയച്ചു വിടുകയും മറ്റൊരു പശുവിനെ കൊണ്ടുവരികയും ചെയ്തു. ഇത് കണ്ടു നിന്ന ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു മനുഷ്യ? ബലിക്ക് ഈ പശുവിനേക്കാൾ തടിച്ചു കൊഴുത്ത മറ്റൊരെണ്ണം തൊഴുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടെ? അവളുടെ രോഷത്തിൽ എനിക്ക് പിടികിട്ടിയില്ല. എങ്കിലും ഞാൻ അവളെ പിണക്കണ്ട എന്ന ചിന്തയിൽ ജോലിക്കാരനോട് ആ പശുവിനെ തന്നെ ബലിയറക്കാൻ ആവശ്യപ്പെട്ടു. അവൾക്കതിൽ ഒരു കൂസലുമുണ്ടായിരുന്നില്ല. ഭൃത്യൻ പശുവിന്റെ കഴുത്ത് വെട്ടാൻ അവൾ ഉത്തരവ് നൽകി. പശുവിനെ കീറി മുറിച്ചപ്പോഴാണ് വിസ്മയം കൊണ്ട് ഞാൻ അമ്പരന്നത്. തടിച്ചു കൊഴുത്ത പശുവിന് മാംസമെന്ന് പറഞ്ഞതേ ഉണ്ടായിരുന്നില്ല, എല്ലും തോലും മാത്രം. പശുവിനെ എടുത്തു മാറ്റിയ ശേഷം തൊഴുത്തിൽ നിന്നും ഒരു തടിച്ച പശുക്കുട്ടിയെ കൂടി കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. കൊഴുത്തു തടിച്ച മനോഹരിയായ ഒരു പശുക്കിടാവിനെ പരിചാരകൻ എന്റെ മുമ്പിലെത്തിച്ചു. ആ പശുക്കുട്ടി എന്നെ കണ്ടതും ഓടിയെത്തി എന്റെ ദേഹത്തിൽ ഉരുമി ഉമ്മ വെച്ചു നിന്നു. സ്വന്തം മകനാണ് താനെന്നറിയിക്കാനുള്ള ഒരു മിണ്ടാപ്രാണിയുടെ ചേഷ്ടയായിരുന്നു അത്. പക്ഷെ മകൻ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണെന്ന് ധരിച്ചിരിക്കുന്ന എനിക്ക് എങ്ങനെ മനസ്സിലാവാനാണത്? എങ്കിലും അതിന്റെ മിഴികളിൽ നിന്ന് ധാരയായ ജലം വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഭൃത്യനോട് അതിനെ തൊഴുത്തിൽ കൊണ്ടുകെട്ടി മറ്റൊരു പശുക്കുട്ടിയെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അപ്പോഴും എന്റെ ഭാര്യ എന്നോട് ചീറി, നിങ്ങൾക്ക് എന്തു ഭ്രാന്താണ്? ഇതുപോലെ കൊഴുത്തു തടിച്ച പശുക്കുട്ടിയെ തൊഴുത്തിൽ വേറെയുണ്ടോ? അപ്പോഴും അവൾ ദേഷ്യപ്പെടണ്ട എന്ന് കരുതി അതിനെ കൈകാലുകൾ കെട്ടി ഞാൻ ബലിപീഠത്തിൽ കിടത്തി. പക്ഷെ അതിന്റെ ദയനീയമായ നോട്ടം എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഈ പശുക്കിടാവിനെ ബലി കഴിക്കാൻ എനിക്ക് ശക്തിയില്ല. കത്തി എന്റെ കയ്യിൽ നിന്ന് വഴുതി തറയിൽ വീണു.
പശുക്കുട്ടിയെ തിരികെ തൊഴുത്തിൽ കൊണ്ടുകെട്ടാൻ ഞാൻ കർശനമായ ജോലിക്കാരനോട് ആജ്ഞാപിച്ചു. മുറുമുറുപ്പോടെയാണെങ്കിലും എന്റെ ഭാര്യയ്ക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. പിറ്റേ ദിവസം ഭൃത്യൻ എന്നെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: എനിക്കൊരു രഹസ്യം അറിയിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരണം. ഞാൻ അവനോടൊപ്പം വെളിയിലേക്ക് നടന്നു. വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോഴവൻ എന്നെ നടുക്കിയ ആ രഹസ്യം വെളിപ്പെടുത്തി. യജമാനനെ, എനിക്കൊരു മകളുണ്ട്. അവൾ കഴിഞ്ഞ 2 വർഷമായി മന്ത്രവിദ്യകൾ അഭ്യസിക്കുകയായിരുന്നു. ഇന്നലെ നമ്മുടെ പശുക്കുട്ടിയുമായി ഞാൻ വീട്ടിൽ ചെന്നു. പശുക്കുട്ടിയെ കണ്ട നിമിഷം എന്റെ മകൾ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തു. ഞാൻ ഈ വിചിത്ര പ്രവൃത്തിയുടെ കാരണം തിരക്കി. അപ്പോൾ അവൾ അറിയിച്ചു: ബാപ്പാ, ഈ പശുക്കിടാവ് നമ്മുടെ യജമാനന്റെ മകനാണ്. അവനെ ജീവനോടെ കണ്ടതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. പക്ഷേ ഈ മകന്റെ ഉമ്മയും യജമാനന്റെ 2ാം ഭാര്യയുമായ സ്ത്രീ ഇന്നലെ ബലികഴിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ കരഞ്ഞുപോയി. മഹാദുഷ്ടയും ആഭിചാര വിദഗ്ധയുമായ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് 2 പേർക്കും രൂപമാറ്റം ഉണ്ടാക്കിയത്. മാനസികമായി ഏറെ പ്രയാസം തോന്നിയ ഞാൻ ഉടനെ തന്നെ എന്റെ കാര്യസ്ഥന്റെ വീട്ടിലേക്ക് അവനോടൊപ്പം ചെന്നു. അയാളുടെ മകളോട് എന്റെ മകന് പൂർവ്വരൂപം നൽകാൻ ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ ഒരു പിതാവിന്റെ ഹൃദയവേദന കണക്കിലെടുത്ത് അങ്ങനെ ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചു. അവൾ 2 വ്യവസ്ഥകളിൽ എന്റെ ആവശ്യം അംഗീകരിച്ചു തരാമെന്ന് സമ്മതിച്ചു. 1, പൂർവ്വസ്ഥിതി ലഭിക്കുന്ന മകനെ അവൾക്ക് ഭർത്താവായി ലഭിക്കണം. 2, ദുഷ്ടയായ എന്റെ ഭാര്യയ്ക്ക് അവൾക്കിഷ്ടമുള്ള ശിക്ഷ കൊടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. 2 വ്യവസ്ഥകളും ഞാൻ ഉടനടി അംഗീകരിച്ചു. അവൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു കൊണ്ടുവന്ന് ഏറെ നേരം അതിനു മുകളിൽ മന്ത്രവാക്യങ്ങൾ ഉരുവിട്ടു. എന്നിട്ട് ആ ജലം പശുക്കുട്ടിയുടെ മേൽ തളിച്ച് ഇങ്ങനെ ആജ്ഞാപിച്ചു: സർവശക്തനായ അല്ലാഹു നിന്നെ ഈ രൂപത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ അങ്ങനെ തന്നെ നീ സ്ഥിതി ചെയ്യുക. എന്നാൽ നീ മനുഷ്യനായിരുന്നെങ്കിൽ ആഭിചാര ശക്തിയിൽ ഈ രൂപം സ്വീകരിക്കേണ്ടി വന്നതാണെങ്കിൽ പൂർവ്വരൂപം പ്രാപിക്കുക. അത്ഭുതം! പശുക്കുട്ടി നിമിഷം കൊണ്ട് രൂപം മാറി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മകൻ അങ്ങനെ പെട്ടെന്ന് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആഹ്ലാദം കൊണ്ട് തന്നെ ഞാൻ അവനെ നിലവിളിച്ച് കെട്ടിപ്പിടിച്ചു. മോനെ, എന്റെ മോനെ! വികാരാവേശം അല്പം ശാന്തമായപ്പോൾ ഞാൻ മകനോട് അവന്റെ രക്ഷകയായ പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. അവന് യാതൊരു വൈമുഖ്യവും ഉണ്ടായിരുന്നില്ല. വിവാഹത്തിനു മുമ്പ് ഭാവി മരുമകൾ എന്റെ ഭാര്യയെ ഒരു പെൺമാനായി മാറ്റി. വ്യവസ്ഥ പ്രകാരം എനിക്ക് എതിർക്കാനുമാവുമായിരുന്നില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, അധികം താമസിയാതെ എന്റെ മരുമകൾ അന്തരിച്ചു. ഭാര്യയുടെ മരണം താങ്ങാനാവാത്ത മകൻ ദേശാടനത്തിനിറങ്ങി തിരിച്ചു. അങ്ങനെ ഞാൻ ഏകനായി. വർഷങ്ങളായി എന്റെ മകന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞിട്ട് ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങിയതാണ്. ദുഷ്ടയെങ്കിലും ഒരിക്കലെങ്കിലും എന്റെ സഹധർമ്മിണിയായവളല്ലേ എന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ ഈ പെൺമാനിനെ മറ്റാരെയും ഏൽപ്പിക്കാൻ എനിക്ക് വിശ്വാസമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ കൂട്ടി. ഇതാണ് എന്റെ കഥ. ഈ കഥ അത്ഭുതകരമാണെന്ന് അങ്ങേക്ക് തോന്നുന്നില്ലേ ബഹുമാനപ്പെട്ട ഭൂതമേ? ജിന്ന് സമ്മതിച്ചു. ശരിയാണ്, കഥ അതിശയകരം തന്നെ. വാക്കനുസരിച്ച് ഞാൻ ഈ മനുഷ്യന്റെ ശിക്ഷ 3-1 ഇളവ് ചെയ്യുന്നു. അങ്ങനെ ഷെഹ്റസേദ് തുടർന്നു: സുൽത്താൻ തിരുമേനി, ആദ്യത്തെ വൃദ്ധൻ കഥ അവസാനിപ്പിച്ചപ്പോൾ 2ാമത്തെ വൃദ്ധൻ ജിന്നിന്റെ കാൽക്കൽ വീണ് കരഞ്ഞപേക്ഷിച്ചു: നല്ലവനായ ജിന്നെ, ഞാൻ എന്റെയും ഈ 2 കറുത്ത നായ്ക്കളുടെയും കഥ പറയാം. അത് ആദ്യത്തേതിനേക്കാൾ ആശ്ചര്യമെന്ന് തോന്നുകയാണെങ്കിൽ ഈ കച്ചവടക്കാരന്റെ 3-1 ശിക്ഷ കൂടി ഇളച്ചു തരുമോ? ഭൂതം അതിനു തയ്യാറായിരുന്നു. 2ാമത്തെ വൃദ്ധൻ തന്റെ നായ്ക്കളുടെയും ചരിത്രം പറയാൻ തുടങ്ങി. ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം.